നമസ്കാരം. ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് പൂഞ്ഞാർ മുൻ എം.എൽ.എ. പി.സി. ജോർജ് കീഴടങ്ങിയത്. ബി.ജെ.പി. നേതാക്കൾക്കൊപ്പമാണ് പി.സി. ജോർജ് കോടതിയിലെത്തിയത്. പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. അതിനിടയിലാണ് പി.സി. കീഴടങ്ങിയത്. ഇന്ന് രാവിലെ 10 മണിയോടെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നായിരുന്നു പി.സി. ജോർജ് നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നത്. ശനിയാഴ്ച നോട്ടീസുമായി പോലീസ് വീട്ടിലെത്തിയിരുന്നെങ്കിലും സ്ഥലത്തില്ല എന്നറിയിച്ച പി.സി. ജോർജ് ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പി.സി. ജോർജിനെതിരെ കേസെടുത്തത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും പി.സിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കടുത്ത നിരീക്ഷണങ്ങൾക്ക് ശേഷമായിരുന്നു ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. 30 വർഷം എം.എൽ.എ. ആയിരുന്നിട്ടും പ്രകോപനത്തിന് എളുപ്പത്തിൽ വശംവദനാകുന്ന പി.സി. ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹർജി തള്ളിയത്. രാഷ്ട്രീയ നേതാവ് സമൂഹത്തിന്റെ റോൾ മോഡൽ ആകേണ്ടവരാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണനാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. നേരത്തെ കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നു. ഇതേ തുടർന്നാണ് പി.സി. ഹൈക്കോടതി സമീപിച്ചത്. ജാമ്യ വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നുവെന്നും ഇതേറെ ഗൗരവമുള്ള വിഷയമാണെന്നും കേസ് പരിഗണിക്കുന്ന ദിവസം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രകോപനമുണ്ടായപ്പോഴാണ് അധിക്ഷേപ പ്രയോഗം നടത്തിയതെന്ന വാദം ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതികളും നൽകിയ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുന്നതിന് ന്യായീകരണമല്ല. സമാന കേസിൽ മുമ്പ് ജാമ്യം അനുവദിച്ചപ്പോൾ പ്രസ്താവനകളിൽ ജാഗ്രത വേണമെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരുന്നതാണ്. എന്നാൽ അതടക്കം ഉത്തരവുകൾ നിരന്തരം ലംഘിക്കുകയാണെന്നും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അന്ന് വാക്കാൽ പറഞ്ഞിരുന്നു.